ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്മരിപ്പൂവിൽ വരാതിരിക്കുന്നൊരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും നല്ല അടിപൊളി പ്രമോ ഇന്ന് നമ്മൾ കണ്ടതാണ്. സച്ചി വീണ്ടും രേവതിയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുന്നുണ്ട്. താലി ചാർത്തുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്തായാലും നേരത്തെ അവിടെ കല്യാണം കഴിഞ്ഞു, പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ സച്ചിയേട്ടനെയോ എന്നെയോ മനസ്സിലാക്കിയിരുന്നില്ല, പക്ഷെ ഞാൻ എന്നേക്കാൾ അധികം ഇപ്പോൾ സച്ചിയേട്ടനെ മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിയും പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ കല്യാണം നടക്കുന്നത്, ഞാൻ ഇവളെ ഒരുപാട് സ്നേഹിക്കണമെന്നൊക്കെ സച്ചിയും തിരിച്ച് മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്രയും ശ്രുതിയും എല്ലാം ഭയങ്കര അതിശയത്തിൽ കൂടി നോക്കിക്കാണ് ഇവർ രണ്ടുപേരെ. ഈ ഒരു സമയത്ത് രവിയും ശ്രീകാന്തും ഒക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് രവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രവി അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ചന്ദ്രയോടായിട്ട് വീണ്ടും മാലതി എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുകയും ചന്ദ്ര തന്നെ ഇരുവരെയും മാലതി ഒഴിഞ്ഞൊക്കെ അകത്ത് കയറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടമല്ല എങ്കിലും മനസ്സിൽ കൂടിയാണ് ചന്ദ്ര ചെയ്യുന്നത്. അതിനുശേഷം പുതിയൊരു ദമ്പതികളെ പോലെ തന്നെ ഇരുവരും അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ചന്ദ്ര പറയുന്നത് നാണാവില്ല ഇവർക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാനായിട്ട്, ഒരു കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ ഇപ്പൊ രണ്ടാമതൊരു വേഷം കിട്ടുപോലെ കല്യാണം കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാകുന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, അത് അവരുടെ ഇഷ്ടമല്ല ചന്ദ്ര, വീണ്ടും അവർക്ക് വിവാഹം കഴിക്കണം തോന്നി കാണും, അതിനിപ്പോ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി എല്ലാവരെയും കല്യാണത്തിന്റെ സമയത്ത് ഫോട്ടോ കാണിച്ചു കൊടുക്കാനായിട്ട് ഇത് കാണുമ്പോഴത്തേക്കും രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയുകയാണ്, എന്തായാലും ഞങ്ങൾ കല്യാണ ഫോട്ടോ ഈ ഹാളിൽ തൂക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട, ഒന്നാമതേ മുറി നിറച്ച് ഫോട്ടോസാണ്, പിന്നെ ഇനി നിങ്ങളുടെ ഫോട്ടോയുടെ കാര്യം കൂടി ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ ചന്ദ്ര ഇവരുടെ ഫോട്ടോ തൂക്കിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് മക്കളുടെ ഫോട്ടോ ഉണ്ടല്ലോ എന്ന് രവി മറുപടിയായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി പറയുകയാണ്, ഞാനൊരു ചെറിയ ഫോട്ടോ തൂക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, എന്തായാലും നീ അമ്മ എന്തായാലും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ഫോട്ടോ തന്നെ ഈ ഹാളിൽ തൂക്കുമെന്നൊക്കെ നമ്മുടെ സച്ചി വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ സച്ചി ഇവർ രണ്ടൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്ന സമയത്താണ് നമ്മുടെ രേവതിക്ക് വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ കാഴ്ച നമ്മുടെ സച്ചിയെ ഞെട്ടിക്കുകയാണ് കേട്ടോ. അത് മറ്റൊന്നുമില്ല, സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്ന സമയത്ത് ക്യാമറാമാൻ ഇങ്ങനെ എല്ലാവരും ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ സച്ചി നാട്ടിൽ പോയ സമയത്ത് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നല്ലോ, ആ ഒരു ഫോട്ടോയും ഫ്രെയിം ചെയ്യാനായിട്ട് ഈ ക്യാമറമാനോട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് സൂം ചെയ്യുന്ന സമയത്താണ് ചന്ദ്രയെ കാണുന്ന സമയത്ത് ഇതാരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് മറ്റാരുമല്ല, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്, ഇതെന്റെ അമ്മയാണ്, ഞങ്ങൾ സച്ചി ചുമ്മാ തമാശ രൂപേണ പറയുമ്പോഴത്തേക്കും ക്യാമറമാൻ എന്താ ചെയ്യുന്നത്, തന്റെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ സച്ചിയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് സച്ചി ആകെ ഞെട്ടിപ്പോവാണ്. അത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വെച്ചാണ് നേരത്തെ നമ്മുടെ ചന്ദ്രയുടെ ബാഗ് കള്ളന്മാരും മോഷിച്ചു. കള്ളന്മാരെന്ന് പറയാൻ പറ്റില്ല, ചെയ്യുന്നത് ശരത്തിന്റെ കൂട്ടുകാരനായ മറ്റേ പലിശക്കാരനും കൂടെ കൂടിയിട്ടാണല്ലോ. ആ ഒരു കാഴ്ച നമ്മുടെ സച്ചി നേരിൽ തന്നെ കാണുകയാണ് ഈ ക്യാമറയിലൂടെ. ഇത് കാണുമ്പോഴത്തേക്കും സച്ചിക്ക് എന്തെന്നില്ലാത്തൊരു അവസ്ഥയാവട്ടെ, കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ സച്ചി പ്രതീക്ഷിക്കുന്നില്ല, ശരത്തിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അമ്മയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോയത് ശരത്താണെന്ന് അറിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്തായിരിക്കും ഇതൊക്കെ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ടെൻഷനും, അത് മാത്രമല്ല നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞതാണല്ലോ ശരത്തിനെ പറ്റി, ഒരുപാട് സ്വപ്നങ്ങൾ ശരത്തിനെ പറ്റി രേവതിക്കുണ്ട്. അതെല്ലാം തന്നെ ഒറ്റ നിമിഷം തകരുന്ന കാഴ്ചയാണ് നമ്മുടെ സച്ചി കണ്ടത്. അതിനുശേഷം സച്ചി ഈ സ്റ്റുഡിയോയുടെ ഓണറോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു വീഡിയോ നീ എന്നെ കാണിച്ചത് മാത്രം മതി, വേറെ ആർക്കും നീ ഇത് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത്, ഇതിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് എൻ്റെ ഷെയർ ചെയ്ത് ഡിലീറ്റ് ചെയ്തോളാനായിട്ട് നമ്മുടെ സച്ചി പറയുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് പഠിക്കാനും പോകുന്നില്ല, നമ്മുടെ രേവതിയുടെ ആഗ്രഹം പോലെ ശരത്ത് ജീവിക്കുന്നുമില്ല. താന്തോന്നിയായി തന്നെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ശരത്ത് നടക്കുന്നത്. പിന്നീട് നമ്മുടെ സച്ചി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന സ്വന്തം കൂട്ടുകാരനായിട്ട് ഒന്നും തന്നെ സച്ചി മറച്ചു വെച്ചിട്ടില്ല അല്ലെ, രേവതിയോട് മറച്ചു വെച്ചല്ല. പക്ഷേ ഈ ഒരു സത്യം രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ രേവതിയെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചി ഒരു കാര്യം മഹേഷിനോട് മാത്രം പറയാൻ കേട്ടോ. മാത്രമല്ല സച്ചി മഹേഷിനോട് പറയുന്നുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ അവർക്ക് ശരത്തിനെ പറ്റിയുണ്ട്, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ രേവതിക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം നീയും ഞാനോ അല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മഹേഷിനോടായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഭാഗവും നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.